ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം എന്ന ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ശരിവച്ചുകൊണ്ടുള്ള അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ കാലതാമസമുണ്ട്, നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഡോക്ടർ ഹാരിസിനെതിരെ നടപടി വേണ്ടെന്നും അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ താൻ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തെളിഞ്ഞു എന്നാണ് ഡോക്ടർ ഹാരിസ് കുറച്ചു മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. തുറന്നു പറഞ്ഞ രീതിയിൽ പക്ഷേ തനിക്ക് തെറ്റുകൾ പറ്റി, തനിക്ക് മുന്നിൽ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല, ബ്യൂറോക്രസിക്കെതിരെയാണ് താൻ സംസാരിച്ചത് എന്നും ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വാക്കുകൾ കേൾക്കാം ആദ്യം, അതിനുശേഷം വിവരങ്ങളുമായി മീര ചേരും. ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റിനെയും ബലപ്പെടുത്തുന്ന രീതിയിലുള്ള തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഫോട്ടോ കോപ്പി കൊടുത്തിരുന്നു. എൻ്റെ സഹപ്രവർത്തകരും അവർക്ക് മൊഴി കൊടുത്തത് എനിക്ക് അനുകൂലമായിട്ടാണെന്നാണ് ഞാൻ അറിയുന്നത്. ഞാനത് തെറ്റിപ്പോയി, എൻ്റെ കയ്യിൽ നിന്ന് അത് അല്പം തെറ്റുപറ്റി. കാരണം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചത് ഇത് ആരോഗ്യ വകുപ്പ് അത് ശ്രദ്ധിക്കുമെന്നും ഈ ബ്യൂറോക്രസിക്കെതിരെയാണ് മാത്രമാണ് ഞാനത് എഴുതിയിരുന്നത്. ആ ഫേസ്ബുക്ക് 3 പോസ്റ്റുകൾ ഞാൻ ഇട്ടിരുന്നു. 3ലും സർക്കാരിനെയോ ആരോഗ്യ വകുപ്പിനെയോ കുറ്റം പറഞ്ഞിട്ട് ഒന്നിലും ഞാൻ എഴുതിയിട്ടില്ല. മീര, ഇതിപ്പോ ഡോക്ടറെ ഒരു തരത്തിലും തള്ളാത്ത ഒരു വിദഗ്ധ സമിതി റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കഴമ്പുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന സമിതി റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്തോ നടപടികളൊക്കെ മുൻകൂട്ടി കാണുന്നു. അദ്ദേഹത്തിന്റെ ചുമതലകളൊക്കെ ജൂനിയർ ഡോക്ടർമാരെ ഏൽപ്പിച്ചു എന്ന് പറയുന്നു. മാത്രമല്ല, തനിക്ക് തുറന്നു പറഞ്ഞ രീതിയിൽ ഒരു തെറ്റ് സംഭവിച്ചു എന്നും പറയുന്നുണ്ട്. ഒപ്പം മുഖ്യമന്ത്രിയും ആരോഗ്യ വകുപ്പുമൊക്കെ തന്നെ എപ്പോഴും ചേർത്ത് നിർത്തിയിട്ട് മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് മീര? ഒപ്പം തന്നെ അന്വേഷണ സമിതി റിപ്പോർട്ടിന്മേൽ ഇനി എന്താകും നടപടി? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പം മുൻപായിരുന്നു ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഭയക്കുന്നില്ല, മറിച്ച് തൻ്റെ എല്ലാ ചുമതലകളും ജൂനിയർ ഡോക്ടർമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഫയലുകളും കാര്യങ്ങളും ഉണ്ട്. തൻ്റെ കീഴിലുള്ള എല്ലാ രോഗികളെയും ഇതിനകം തന്നെ ഡിസ്ചാർജ് ചെയ്തു, താക്കോൽ അടക്കം കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹാരിസ് ചിറക്കൽ പറയുന്നത്. പ്രധാനമായും പെട്ടെന്നൊരു നടപടി ഉണ്ടായാലും തൻ്റെ കടമകളെല്ലാം താൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ആരോഗ്യ വകുപ്പിനെ ആയാലും മുഖ്യമന്ത്രിയെ ആയാലും ഒരിക്കലും താൻ തള്ളിപ്പറയില്ല. അവരാണ് എൻ്റെ കൂടെ നിന്നത്. കോട്ടയത്തു നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് തന്നെ എത്തിച്ചതും ഈ സർക്കാരാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണം കൂടി വരുന്നുണ്ട്. തുടക്കം തന്നെ ഈ ഒരു ആരോപണങ്ങൾ ഈ ഹാരിസ് ചിറക്കൽ തൻ്റെ സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു പുറത്തുവിട്ടത്. ആ രീതി തെറ്റായി പോയി എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ പറയുന്നു. തൻ്റെ കയ്യിൽ നിന്നും തെറ്റുപറ്റി, സ്വീകരിച്ച മാർഗം ശരിയായില്ല എന്നുള്ള ഒരു പ്രതികരണം കൂടി നടത്തുന്നു. നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റു മന്ത്രിമാരും പറഞ്ഞത് അത് തന്നെയായിരുന്നു. വിഷയം പറയാൻ സ്വീകരിച്ച മാർഗത്തെയായിരുന്നു അവരും ഇത്തരത്തിൽ പ്രതികരിച്ചിട്ട് അതിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹാരിസ് ചിറക്കലും ആ ഒരു വിഷയം തന്നെയാണ് പറയുന്നത്. താൻ സ്വീകരിച്ച മാർഗം തെറ്റായിപ്പോയി എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഈ അന്വേഷണം നടത്തിയ വിദഗ്ധ സമിതിക്ക് തൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ തെളിവുകളും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, തൻ്റെ സഹപ്രവർത്തകരും തനിക്ക് അനുകൂലമായി തന്നെയാണ് മൊഴി നൽകിയത് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നും ഹാരിസ് ചിറക്കൽ പറയുന്നു. ഈ 4 അംഗ വിദഗ്ധ സമിതിയായിരുന്നു ഈ ആരോപണങ്ങൾ അന്വേഷിച്ചത്. എന്തായാലും ഇന്നലെ വൈകിട്ടോടുകൂടി ഈ അന്വേഷണ സമിതി റിപ്പോർട്ട് DMAക്ക് കൈമാറി ഇന്ന് ഇത് ആരോഗ്യമന്ത്രിയുടെ കയ്യിലെത്തും. അതിനുശേഷമായിരിക്കും നടപടിയുടെ കാര്യങ്ങളിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുക. എന്തായാലും പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നത്, അതായത് പ്രധാനമായും ഈ ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനപ്പെടുത്തി ഹാരിസ് ചിറക്കൽ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ പൂർണ്ണമായും ശരിവെക്കുന്നു. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് 4 അംഗ വിദഗ്ധ സമിതി ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എങ്കിലും ഡോക്ടർ ഹാരിസ് എന്തൊക്കെയോ നടപടികൾ മുൻകൂട്ടി കാണുന്നുണ്ട്. അതിന്റെ സൂചകങ്ങളാണ് അദ്ദേഹത്തിന്റെ ചുമതലകളൊക്കെ ജൂനിയറിന് കൈമാറിയതും അതിനുശേഷം ആശുപത്രിയിലേക്ക് തിരിച്ചിരിക്കുന്നതും.